വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഐസ്ക്രീം വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പോളാണ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഫിയോണേൻ്റെ വിപ്പിംഗ് ക്രീം ആട്ടോ എടുത്തത്. നിങ്ങൾക്ക് എന്താ കിട്ടുക വെച്ചാൽ ആ വിപ്പിംഗ് ക്രീം എടുക്കാം. പിന്നെ ഞാനിവിടെ ഫ്രഷ് ക്രീം എടുക്കുന്നത്, അത് അമൂലിൻ്റെ ആട്ടോ ഫ്രഷ് ക്രീം എടുക്കുന്നത്. ഇനി ഞാൻ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഈ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് എന്താ പറയുക, നന്നായിട്ടൊന്ന് മിക്സർ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. പിന്നെ നമുക്കിത് സ്റ്റൗവിൽ വെക്കുകയോ അങ്ങനെ ചൂടാക്കുകയോ അങ്ങനത്തെ ഒരു ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഐസ്ക്രീം ആട്ടാം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇതിനൊന്ന് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഓരോ സാധനങ്ങളായിട്ട് പതുക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളുടെ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഞാൻ ഇവിടെ മിഠായി മീറ്റാട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഈ ഫുൾ ടിന്ന് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഈ മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മിഠായി മീറ്റയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായി അടിച്ച് ചെയ്തപ്പോൾ അത് ഇങ്ങനെ ഒരു ഫോം ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനി വാനില എസൻസും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ വെച്ചാൽ നമ്മളൊരു പാത്രം എടുത്ത് അതിലേക്ക് വിപ്പിംഗ് ക്രീം ചെയ്യണം. അതിൻ്റെ വിപ്പിംഗ് ക്രീം ചേർത്തു, അതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ചേർത്തു. അതിനുശേഷം നമ്മൾ മിഠായി മേറ്റ് ഒരു ടിന്ന് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് നമ്മൾ വാനില എസൻസും കൂടെ ചേർത്ത് ഇതൊക്കെയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നൊരു ഫ്ലഫി ഫോമാണ്, അതായത് ഒരു ക്രീമി ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് എത്രത്തോളം ക്രീമി ആക്കാൻ പറ്റും അത്രത്തോളം അടിച്ച് ക്രീമി ആക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രീമി ഫോമായെന്ന് കാണുന്ന സമയത്ത് നമുക്ക് ആ ബീറ്റ് ചെയ്ത് നിർത്താം. ഇനി ഞാൻ ഐസ്ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലത്തെ കണ്ടെയ്നർ ആട്ടോ എടുത്തത്. നിങ്ങൾക്ക് എന്താ കയ്യിലുള്ള വെച്ചാൽ അതുപോലത്തെ എടുക്കാം. ഞാൻ ഇനി അടിയത്തെ ലെയർ താഴത്തെ ലെയറിനുള്ള പോലെ വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്. അത് കുറച്ച് എന്താ പറയുക കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ വേറെ ഫ്ലേവർ ചേർത്തിട്ട് ഐസ്ക്രീം തയ്യാറാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഐസ്ക്രീം ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ വാനില ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഓരോ ബൗളിലായിട്ട് ഇതേപോലത്തെ കണ്ടെയ്നറിൽ നമുക്ക് ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് ഇതേപോലത്തെ പാത്രം എടുത്തിട്ട് നമ്മൾ കുറച്ച് അതായത് വാനില ഐസ്ക്രീം ഇട്ടതിന് ശേഷം നമുക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് ആ ഫ്ലേവർ നമുക്ക് ചേർത്തിട്ട് അതുപോലത്തെ ഐസ്ക്രീം ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രോബെറി ഐസ്ക്രീം ആട്ടാക്കുന്നത്. അപ്പോൾ സ്ട്രോബെറി ഫ്ലേവർ ചേർക്കുന്നുണ്ട്. ഈ സ്ട്രോബെറി ഫ്ലേവർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ സ്ട്രോബെറി ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സ്ട്രോബെറി എസൻസ് ചേർത്ത് നമുക്ക് ഒന്ന് ഇടയ്ക്കെടുക്കാം കേട്ടോ. ഇതുപോലെ ഇനി അടിക്കേണ്ട ആവശ്യമില്ല, ഒരു സ്പാച്ചില വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വാനില ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരുന്ന സ്ട്രോബെറി ഐസ്ക്രീം മേലെ ഇട്ട് കൊടുക്കാം. ടോപ്പിലായിട്ട് കുറച്ച് വാനില ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാനില ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് അത് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുപോലെ ഞാൻ വാനില ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ നമുക്ക് സെറ്റായി കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരിക്കും, ഒരു പിങ്കി വൈറ്റ് ഫോമിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നമുക്കിതിനെ അടച്ച് വെച്ചിട്ട്
നമുക്കിത് ഫ്രീസ് ചെയ്യാം. ഞാൻ ഇതുപോലെ തന്നെ ബാക്കി മാംഗോവും പിന്നെ ബട്ടർ സ്കോച്ചാട്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ ഇതേ ഒരു സെയിം പ്രോസസ്സ് തന്നെ അതിനും കൂടെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ബട്ടർ സ്കോച്ച്, മാംഗോ, സ്ട്രോബെറി, നമ്മുടെ സ്ട്രോബെറി ഐസ്ക്രീം ഒക്കെ തയ്യാറായിട്ടാണ്. ഇതതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഞാനൊരു ഓവർനൈറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഐസ്ക്രീമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഇപ്പം നമ്മൾ ഐസ്ക്രീം ഇതാ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതാ ഞാൻ ഓരോ സ്കൂപ്പായിട്ട് എടുത്തിട്ടുണ്ട് ഇതിനകത്തത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ ഇതുപോലെ ട്രൈ ചെയ്താൽ പിന്നെ ആരും കടയിൽ നിന്ന് വാങ്ങുകയില്ല. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇങ്ങനെ വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.